ഗുഡ് മോർണിംഗ്, വെൽക്കം ബാക്ക് ടു മൈ ന്യൂ വ്ളോഗ്. ഇന്നും പതിവ് പോലെ തന്നെ കുക്കിംഗ് വ്ളോഗാണ്. ഞാൻ വ്ളോഗ് എടുക്കുന്ന സമയത്ത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ട് MC റോഡ് ആവാറുണ്ട്. ചെറിയ പോക്കറ്റ് റോഡാണ്, എന്നാലും ഞാൻ വ്ളോഗ് എടുക്കുന്നു എന്ന് ഇവിടെ ഉള്ളവർക്ക് എങ്ങനെ മനസ്സിലാവുമെന്ന് എനിക്ക് അറിഞ്ഞുകൊണ്ട് എല്ലാ വണ്ടിയും ഇതുവഴി ധാരാപാര പോകാറുണ്ട്. എൻ്റെ കണ്ണ് നിങ്ങളെല്ലാം ഇഗ്നോർ ചെയ്യണം, കാരണം അലർജിക്കാണ്. രാവിലെ എണീറ്റാൽ ഒന്നെങ്കിൽ അരമണിക്കൂർ തുമ്മൽ, അല്ലെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും. സോ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും മുട്ടക്കറിയാണ്. അപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ വ്ളോഗ് എടുത്ത് കളയാം. സോ കമോൺ. അപ്പോൾ എഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ന്യൂ പുട്ടും മുട്ടക്കറി വ്ളോഗ്. അടുപ്പത്ത് നമ്മുടെ കോഴി മുട്ടകൾ തിളച്ചുകൊണ്ടിരിക്കുക കേട്ടോ. തോട് പൊട്ടാതിരിക്കാൻ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ അരിപ്പൊടി നമ്മൾ നനയ്ക്കുന്നത് തിളച്ച വെള്ളത്തിലാണ്. മമ്മി തിളച്ച വെള്ളത്തിലാണ് അരിപ്പൊടി നനച്ചെടുക്കുന്നത്. അതുകൊണ്ട് നല്ല മയത്തിലുള്ള ഇടിയപ്പവും കിട്ടും, മയത്തിലുള്ള പുട്ടും കിട്ടും. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ രാവിലത്തെ കോൺസെപ്റ്റ് ഇടിയപ്പവും മുട്ടക്കറിയായിരുന്നു. എന്തുകൊണ്ടോ ആ കോൺസെപ്റ്റ് മമ്മി ഇങ്ങനെ അരിപ്പൊടി നനച്ച് വന്നപ്പോൾ ഇടിയപ്പം എന്നുള്ളൊരു കോൺസെപ്റ്റ് മാറി, അത് പുട്ടായി. ലാസ്റ്റ് മിനിറ്റ് നമ്മളെല്ലാം എഗ്രി ചെയ്തു. ഓക്കെ ഫൈൻ, അങ്ങനെ പുട്ടും മുട്ടക്കറിയും നമ്മൾ കൺഫേം ആക്കി. സോ നിങ്ങളും ട്രൈ ചെയ്ത് നോക്കൂ. അരിപ്പൊടി നനയ്ക്കുന്ന സമയത്ത് നല്ല തിളച്ച വെള്ളം സൂക്ഷിച്ച് ഹാൻഡിൽ വിത്ത് കെയർ. ഓക്കെ, നല്ല മയത്തിൽ ഇടിയപ്പവും പുട്ടുമൊക്കെ നമുക്ക് പുഴുങ്ങിയെടുക്കാൻ പറ്റും, ആവി കയറ്റി എടുക്കാൻ പറ്റും. പിന്നെ പ്രോസസ്സ്, നമ്മുടെ ഉപ്പിട്ട് വെള്ളം തിളപ്പിച്ച് അതിൽ മുട്ട വേവിച്ചെടുത്തപ്പം കണ്ടോ നല്ല അടിപൊളി പുഴുങ്ങിയ 3 മുട്ടക്കുട്ടികളെ കിട്ടി. അപ്പോൾ ആദ്യം നമുക്ക് ചെയ്യാനുള്ളത്, അടുപ്പത്ത് പാൻ വെച്ചു, എണ്ണ ഒഴിച്ച് കൊടുത്തു, കടുക് പൊട്ടിച്ചു, നമുക്ക് അരിഞ്ഞ് വെച്ച സാധനങ്ങളൊക്കെ ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കണം. എന്നിട്ട് നമുക്ക് കുറച്ച് ജീരകമോ പട്ടയോ കുരുമുളകോ പൊടിച്ചെടുത്ത് ആഡ് ചെയ്ത് കൊടുക്കുക. അത് ഓപ്ഷണലാണ്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, ഉപ്പ്, നന്നായിട്ട് മസാല ആഡ് ചെയ്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. എന്നിട്ട് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നമ്മുടെ അരപ്പൊന്നിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കുക. എന്നിട്ട് മുട്ട ആഡ് ചെയ്ത് കൊടുക്കുക. കീറി കൊടുക്കാം, വരഞ്ഞു കൊടുക്കാം. നമ്മളിത് വരഞ്ഞിട്ടുണ്ട്, കുറച്ച് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ആ വര. അത് മുട്ട നന്നായിട്ടൊന്ന് തിളയ്ക്കുന്ന സമയത്ത് നമുക്ക് പുട്ട് ആവിയിൽ പുഴുങ്ങിയെടുക്കാം, ആവി കയറ്റിയെടുക്കാം. പുട്ടും മുട്ടക്കറിയും നല്ല ടേസ്റ്റാണ്, എനിക്കിഷ്ടമാണ്. ഇടിയപ്പം മുട്ടക്കറിയേക്കാളും കുറച്ചും കൂടെ അടിപൊളി പുട്ടും മുട്ടക്കറിയാണ്. നിങ്ങളുടെ കോമ്പിനേഷൻ ഫേവറേറ്റ് എന്താണ്? കമൻറ്റ് ചെയ്യണം. കണ്ടോ, നല്ല തൂവെള്ള പുട്ടും ചുമന്നിരിക്കുന്ന മുട്ടക്കറി. അയ്യ